ഇന്ന് നീറ്റ് പരീക്ഷയുടെ ഒരു പുനർപരീക്ഷ നടക്കുകയാണ്. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. അപ്പോൾ ആ പരീക്ഷയെ ഏതൊക്കെ രീതിയിൽ തകർക്കാൻ പറ്റുമോ അതുവഴി വിദ്യാർത്ഥികളെ ഇളക്കിവിട്ട് കേന്ദ്ര സർക്കാരിന് നേരെ ഒരു കലാപം സൃഷ്ടിക്കാൻ പറ്റുമോ എന്നുള്ള ഒരു നീക്കമാണ് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ കോക്രോച്ച് ജനതാ പാർട്ടി ഒരു നീക്കം നടത്തുന്നത്. അതിന്റെ ഒരു ചുവട് പിടിച്ചാണ് ഇന്നലെ ഡൽഹിയിലെ ജന്തർ മന്ദിറിൽ ഒരു പ്രതിഷേധ പരിപാടിയൊക്കെ ഇവർ നടത്തിയത്. വൈകുന്നേരം 5 മണിവരെ പ്രതിഷേധ പരിപാടി പാടുള്ളൂ എന്ന് കർശനമായ നിർദ്ദേശം ഡൽഹി പോലീസ് നൽകിയെങ്കിലും 5 മണിക്ക് ശേഷമാണ് അഭിജിത് ദീപ്കയുടെ തനി നിറം ഡൽഹി പോലീസിന് മനസ്സിലായത്. ഈ പ്രതിഷേധം തുടങ്ങിയ സമയത്ത് തന്നെ വലിയ രീതിയിലുള്ള സുരക്ഷാ സന്നാഹങ്ങൾ ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുമുണ്ടായിരുന്നു. CRPF ഉദ്യോഗസ്ഥർ അടക്കം ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രതിഷേധ പരിപാടി കവർ ചെയ്തുകൊണ്ടുള്ള ഒരു നീക്കമാണ് നടത്തിയത്. കാരണം ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ളൊരു നീക്കം ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് ഡൽഹി പോലീസിന് ലഭിച്ചിരുന്നു. എന്നാൽ 5 മണി കഴിഞ്ഞതിന് ശേഷം അഭിജിത് ദീപ്ക പറഞ്ഞത് നമ്മളിവിടെ വിട്ടു പോവില്ല. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ അതായത് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി അത് ഔദ്യോഗികമായി ലഭിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഈ പ്രതിഷേധം അവസാനിക്കൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഡൽഹി പോലീസ് പറഞ്ഞത് പറ്റത്തില്ല, കാരണം സുപ്രീം കോടതിയുടെ കർശനമായ നിർദ്ദേശമുണ്ട് 5 മണിക്ക് ശേഷം ജന്തർ മന്ദിറിൽ ഒരു തരത്തിലുമുള്ള പ്രതിഷേധ പരിപാടി നടത്താൻ പാടില്ല എന്ന്. അവസാനം രാത്രി 7 മണിയാകുന്നു, 8 മണിയാകുന്നു, ഇവർ പിരിഞ്ഞു പോകാതെ വന്നതോടെ ഡൽഹി പോലീസ് അവിടുത്തെ വൈദ്യുതി കൂടുതലായിട്ട് വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നും അവിടെ ജന്തർ മന്ദിറിൽ പ്രതിഷേധ പരിപാടി നടത്തുമെന്നാണ് അഭിഷേക് ദീപ്കെ പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഒന്നേ ഉള്ളൂ, നീറ്റ് പരീക്ഷ വലിയ രീതിയിൽ അലങ്കോലമാക്കണം അല്ലെങ്കിൽ തകർക്കണം. കാരണം രാജ്യത്ത് 552 കേന്ദ്രങ്ങളിലും 14 അന്താരാഷ്ട്ര കേന്ദ്രങ്ങളിലുമാണ് നീറ്റ് പരീക്ഷ നടക്കുന്നത്. അപ്പോൾ ആ പരീക്ഷ വലിയ രീതിയിൽ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് ഒരു വ്യാപകമായ ഒരു ആക്രമണം കേന്ദ്ര സർക്കാരിന് നേരെ അഴിച്ചുവിടുക്കണം. അതുവഴി ഈ ബംഗാളിലും അതോടൊപ്പം തന്നെ നേപ്പാളിലും ഒക്കെ നടന്നതുപോലെ ഒരു ജൻസി കലാപം രാജ്യത്ത് നടപ്പിലാക്കാനാണ് അഭിജിത് ദീപ്കെ ഇപ്പോൾ മുൻകൈ എടുക്കുന്നത്. നമുക്കറിയാം ഇവരുടെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫണ്ടിംഗ് എന്ന് പറയുന്നത് അമേരിക്കയിലെ ജോസ് സോറസിന്റെ NGO സംഘടനകൾ വഴിയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ മാസ്റ്റർ മൈൻഡ് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയാണ്. കാരണം രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രി പദത്തിൽ എത്താൻ എന്തായാലും നേരായ വഴി കൂടെ പറ്റില്ല. അപ്പോൾ ഒരു ഇടക്കാല പ്രധാനമന്ത്രിയെങ്കിലും ആകണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ വലിച്ച താഴെടുന്ന രീതിയിൽ വലിയ രീതിയിലുള്ള ഒരു കലാപം ഇവിടെ രാജ്യത്ത് പൊട്ടിപ്പുറപ്പെടണം. അതിന്റെ ഒരു നീക്കമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത്. അത് ഈ ജൻസി പിള്ളേരെ വെച്ച്, അതായത് എട്ടും പൊട്ടും തിരിയാത്ത ഈ ജൻസി പിള്ളേരെ വെച്ചിട്ടാണ് ഇവർ ഈ ഒരു പരിപാടി നടത്തുന്നത്. അപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ രാജ്യത്ത് ഒരു കലാപം ഉണ്ടാക്കി വിദ്യാർത്ഥികളെല്ലാം തന്നെ വലിയ രീതിയിൽ സംഘടിപ്പിക്കാനുള്ള ഒരു നീക്കം. അതാണ് ഇവർ ഇപ്പോൾ ഈ അഭിജിത് ദീപ്കയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത്. ഇവിടെ ഇപ്പോൾ ഇവരൊന്നും തന്നെ വിചാരിക്കാത്ത രീതിയിലുള്ള കർശനമായ കടുത്ത സുരക്ഷാ വലയത്തിലേക്ക്, അതായത് സാധാരണ നീറ്റ് പരീക്ഷയിൽ ഒരു സുരക്ഷാ ക്രമീകരണം മാത്രമേ ഉള്ളൂ. അതായത് വിദ്യാർത്ഥി പരീക്ഷ എഴുതാനായിട്ട് പരീക്ഷാ ഹാളിൽ കയറുന്നതിന് മുന്നേ ഒരു ഫുൾ ഒരു ചെക്കിംഗ്, സ്വാഭാവികമായിട്ടൊരു ചെക്കിംഗ്. പക്ഷേ ഇത്തവണ അങ്ങനെയല്ല, ത്രിതല സുരക്ഷാ പരിശോധനയാണ് ഇപ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാർ ഈ നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി വച്ചിരിക്കുന്നത്. അപ്പോൾ കൂടാതെ ഇന്ത്യൻ ആർമി, എയർഫോഴ്സ്, അതോടൊപ്പം തന്നെ CRPF ഉൾപ്പെടെയുള്ള കേന്ദ്ര സൈനികം, അതായത് അർദ്ധ സൈനിക വിഭാഗങ്ങളുടെ ഒരു സഹായം കൂടെ കേന്ദ്ര സർക്കാർ തേടിയിട്ടുണ്ട്. അതായത് ഈ ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം തന്നെ കൊണ്ടുവന്നത് എയർഫോഴ്സിന്റെ വിമാനത്തിലാണ്. അതിന് CRPFന്റെ കോൺവേ വാഹനങ്ങളുണ്ട്. ആ കോൺവേ വാഹനത്തിലൂടെയാണ് പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എത്തിക്കുന്നത്. കൂടാതെ പരീക്ഷ നടക്കുന്ന 552 കേന്ദ്രങ്ങളടക്കം ജാമർ എല്ലാം തന്നെ കൃത്യമായി തന്നെ ഡൽഹി പോലീസും അതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരും ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു തരത്തിലുമുള്ള ഇലക്ട്രോണിക് ഡിവൈസോ അല്ലെങ്കിൽ മൊബൈലോ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു തരത്തിലുമുള്ള ഒരു നീക്കം അവിടെ നടത്താൻ പറ്റില്ല. കൂടാതെ ഡ്രോൺ ഡിറ്റക്റ്റീവ് മെഷീൻ ഉൾപ്പെടെ ഉണ്ട്. അതായത് ഡ്രോൺ എവിടെയെങ്കിലും ആകാശത്തേക്ക് പറന്നു പോയാലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് ഡ്രോണിന്റെ ഒരു സാന്നിധ്യം കണ്ടു കഴിഞ്ഞാൽ ഡ്രോൺ ഡിറ്റക്റ്റീവ് മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആ ഡ്രോണ് നിമിഷ നേരം കൊണ്ട് തകർക്കാനുള്ള ഒരു നിർണായകമായ ഒരു നീക്കവും കേന്ദ്ര സർക്കാർ വച്ചിട്ടുണ്ട്. അപ്പോൾ പൂർണ്ണമായി ത്രിതല സുരക്ഷാ സംവിധാനത്തിലൂടെ നീറ്റ് എക്സാം നടക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കർശനമായ പഴുതടച്ചുകൊണ്ടുള്ള സുരക്ഷ നടക്കുമ്പോൾ ഒരു രീതിയിലും ചോദ്യപേപ്പർ ചോരാൻ പോലും പറ്റാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇതെങ്ങനെ ഇതിനെ തകർക്കാൻ കഴിയും എന്ന രീതിയിലേക്കാണ് കോക്രോച്ച് ജനതാ പാർട്ടി ഇപ്പോൾ ഒരു നീക്കം നടത്തുന്നത്. അതുകൊണ്ടാണ് ഈ പരീക്ഷ നടക്കുന്ന ഇന്ന് തന്നെ കൂടുതൽ പ്രവർത്തകർ, അതായത് കൂടുതൽ ഒരു പണിയും ഇല്ലാതെ വെറുതെ വീട്ടിലിരിക്കുന്ന കൂടുതൽ വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ കൂടുതൽ ജൻസികൾ ഈ പ്രതിഷേധം നടക്കുന്ന ജന്തർ മന്ദിറിലേക്ക് ഒഴുകിയെത്തണമെന്ന് അഭിഷേക് ദീപ്കെ ഇന്ന് രാവിലെയോട് കൂടി തന്നെ ഇൻസ്റ്റാഗ്രാമിലടക്കം ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന്റെ അർത്ഥം തികച്ചും
വ്യക്തമാണ് എന്നാണ് ഡൽഹി പോലീസ് പറയുന്നത്. അതായത് ഈ കലാപം നടക്കുക ഉച്ചയോടുകൂടി തന്നെ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ പ്രവർത്തകർ കൂടുതലായിട്ട് തടിച്ചുകൂടും. ആ സമയത്ത് വലിയ രീതിയിൽ ഒരു പ്രതിഷേധ മാർച്ച് ഈ പരീക്ഷ നടക്കുന്ന വേളയിലേക്ക് അല്ലെങ്കിൽ കേന്ദ്രങ്ങളിലേക്ക് നടത്തിക്കൊണ്ട് മൊത്തത്തിൽ വിദ്യാർത്ഥികളെ അടക്കം അവർക്ക് തെറ്റായ ഒരു ധാരണ അവരുടെ മനസ്സിലേക്ക് കുത്തിവയ്ക്കുക. അതായത് ഈ ചോദ്യപേപ്പർ ചോർന്നെന്നോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പറുടെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായോ, ഇങ്ങനെയൊക്കെ ഒരു തെറ്റായ ഒരു സന്ദേശം വിദ്യാർത്ഥികളുടെ മനസ്സിലേക്ക് ഇട്ടുകൊണ്ട് അവരെയും കൂടെ കൊണ്ടുവന്ന ഒരു കലാപം നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ ഡൽഹി പോലീസ് അഭിഷേക് ദീപിനോട് സംസാരിക്കുന്നുണ്ട്. അതിൽ പ്രതിഷേധം ഇപ്പോൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ ഇവർ തയ്യാറായില്ലെങ്കിൽ അഭിഷേക് ദീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ഡൽഹി പോലീസ് എത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വലിയ പഴുതടച്ച ഒരു സുരക്ഷയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അഭിഷേക് ദീപിനെ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഫണ്ടിങ്, ഇതിന് പിന്നിൽ ആരൊക്കെ കളിക്കുന്നു, എന്താണ് ഇവരുടെ പ്രധാനപ്പെട്ട അജണ്ട എന്നടക്കമുള്ള ഒരു വിശദമായ ഒരു പരിശോധനയിലേക്ക് അല്ലെങ്കിൽ ഒരു അന്വേഷണത്തിലേക്ക് ഡൽഹി പോലീസ് കടക്കും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ.